ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. പിന്നെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. എൻ്റെ സംസാരത്തിൽ കുറച്ച് മാറ്റം ഉണ്ടാവും, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ ഉണ്ടാവും. പക്ഷെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ അടുത്ത വ്ളോഗിൽ മാത്രമേ പറയൂ. പിന്നെ ഇല്ലേ, ഇന്ന് ഇന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നൊരു 10 വയസ്സാവാൻ പോകുന്ന. മാഷാ അല്ലാ, ഇന്നു 1 ഡിജിറ്റ് നിന്ന് മാറി 2 ഡിജിറ്റിലേക്ക് പോകാൻ പോലാം. 10. മാഷാ മാഷാ. പിന്നെ ഇല്ലേ, നമ്മൾ ഇപ്പോൾ ഇന്നുവിനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. ആലുവിനെയും കൂട്ടുന്നുണ്ട്, കാരണം ആലുവിനൊരു സംഭവം വാങ്ങാനുണ്ട്. പിന്നെ ഇന്നുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ആലുവിൻ്റെ മുഖം ഇങ്ങനെ. ഓക്ക് വേറെ ആരെ ബർത്ത്ഡേ വന്നാലും ഭയങ്കര ഡിപ്രഷനാണ്, മൂഡ് ഓഫാണ്. കാര്യം ഓളെ ബർത്ത്ഡേ അല്ലല്ലോ, അതുകൊണ്ട് ഓളെ എപ്പോൾ ആവാ എന്നാൽ ഓക്ക് ബർത്ത്ഡേ ഇല്ലാത്തേ. വേറെ ആരെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാലും ഓക്കപ്പോൾ ഡിപ്രഷൻ തുടങ്ങുവേ. അപ്പോൾ അതിൻ്റെ ടെൻഷനിൽ ഓളിരിക്കുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്നുവിന് നമ്മളൊരു ഇയർ റിംഗ് ആണ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്നുവിൻ്റെ മുന്നേ കാതുകുത്തുന്ന സമയത്തേ ഉള്ള കമ്മല, അപ്പോൾ ഒന്ന് പുതിയ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എപ്പോഴും വരുന്ന പോലെ തന്നെ നമ്മൾ MS വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മളിവിടെ MS ജ്വല്ലറിയിലാണേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നാർക്കോട്ടിക്സ് ഓർ ഡ്രഗ്സിൻ്റെ എതിരെയുള്ള എന്തൊരു ക്യാമ്പയിനാണ്. നമ്മളവരിങ്ങനെ ഫ്രീ കിക്ക് ക്യാമ്പയിൻ ഉണ്ടാവില്ലേ, അതാന്ന് തോന്നുന്നു നടക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു കിക്ക് ഓക്കെ ആക്കിനെ. അതുകൊണ്ട് ഇക്കൊരു ഗിഫ്റ്റ് കിട്ടി. ആലോൻ്റെ ഡിപ്രഷൻ ഈ ഗിഫ്റ്റോടെ മാറീനെ. അല്ലെങ്കിൽ എനിക്ക് തോന്നിയോള് കരയുന്ന എനിക്ക് തോന്നിയിന്. കാര്യം വരുമ്പോൾ എത്രയും ടെൻഷനേനു ഓളെ ബർത്ത്ഡേ ഇല്ലയെന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ എന്താ, പിന്നെ ഈ വ്ളോഗിൽ തന്നെ ഞാൻ നമ്മുടെ വീടിൻ്റെ അപ്ഡേഷനെല്ലാം പറയുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വ്ളോഗ് നമ്മൾ വീടിൻ്റെ ഹോം ടൂർ പോലെ ചെയ്യാമെന്നെല്ലാം. പക്ഷേങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല. ഇൻഷാ അല്ലാ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ വേറെ എന്താ, നിങ്ങൾ ചോദിച്ച കുറച്ച് ഡൗട്ടും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ആലുവിനോട് ചോദിക്കില്ലേ, എനിക്ക് ആ ഏരിയ ഓർമ്മയുണ്ടോന്ന്. ആലുവിൻ്റെ കാത് കുത്തീനെ ഇടുന്നതിന് ഭയങ്കര കരച്ചിലല്ലേന് വന്ന്, ഓർമ്മയുണ്ട് സംഭവം. പിന്നെ ആലുവിൻ്റെ പാദസരയില്ലേ, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. സ്കൂളിൽ പോകുന്നതുകൊണ്ട് പാദസരത്തിൻ്റെ നിർബന്ധമൊന്നും ഇല്ല. പക്ഷെങ്കിലില്ലേ, കുറേ കാലം ഇട്ടിട്ട് പെട്ടെന്ന് ഊരി വെച്ച് കഴിഞ്ഞാലില്ലേ, കാലിന് ഇല്ലാണ്ട് നിൽക്കുമ്പോൾ എന്തോ പോലെയല്ലേ, അങ്ങ് ആൺകുട്ടികളെ കാല് പോലെയെല്ലാം തോന്നും. ആൺകുട്ടികളുടെ കാല് മോശമെന്നല്ല, പെൺകുട്ടിക്ക് പാദസരം ഇട്ട ഒരു പ്രത്യേക രസമല്ലേ. പിന്നെ ഈ ഡിസൈനാണ് ഞാൻ ചെയ്യിപ്പിക്കാൻ കൊടുത്തത്. കാരണം കറക്റ്റ് അളവില്ലേനു, സിമ്പിളായിട്ടില്ലേ. ഈ ബീഡ്സിലുള്ള കുട്ടികൾക്ക് ഇടുമ്പോൾ ഇല്ലേ, അവർക്ക് എന്തോ ഒരു തറക്കുന്ന പോലെ ഉണ്ടാവും, ഇങ്ങനെ കുത്തുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ അതവിടെ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത്. പിന്നെ എന്നിട്ട് ഇന്നുവിനൊരു കമ്മൽ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകല. കമ്മലിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടാണ്. ഒരു കുഞ്ഞു കമ്മല, നോർമൽ. പിന്നെ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. സ്കൂളിൽ പോകുന്ന പാരൻസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുട്ടികൾ അതിപ്പോൾ LKGയോ UKGയോ ആയാലും ഹയർ ക്ലാസ്സിലുള്ള ആയിക്കഴിഞ്ഞാലും അവർ സ്കൂളിൽ പോയി തുടങ്ങി, പിന്നെ എക്സാമെല്ലാം വരുന്ന ടൈം ആവുമ്പോൾ തൊട്ട് അവർക്ക് ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര ടെൻഷനും എല്ലാം തുടങ്ങും. കാരണം അവർക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറത്ത് ചിലപ്പോൾ പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ തലയിൽ കയറാത്ത സംഭവങ്ങളുണ്ടാവും. ക്ലാസ്സിൽ കുറേ കുട്ടികളുള്ളത് കാരണം അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഉള്ള ചാൻസ് ഇല്ലാണ്ടുണ്ടാവും. പിന്നെ ചില കുട്ടികളെ സ്വഭാവം വെച്ചിട്ട് അവർക്ക് ചിലപ്പോൾ ഓപ്പണായിട്ട് ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാൻ മടിയുണ്ടാവും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ കുട്ടികൾക്ക് നല്ല സ്ട്രെസ്സും പ്രഷറെല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്നറിയാം, സ്കൂളിനോടൊപ്പം തന്നെ പാരലായിട്ട് നല്ലൊരു ട്യൂഷനും കൂടി കൊടുക്കുക. എന്നാൽ പിന്നെ ഇവർക്ക് ഇതൊന്നും ഉണ്ടാവില്ല, നല്ല ഹാപ്പി ആയിട്ട് അവർക്ക് മുന്നോട്ട് പോവുക. എന്താ പറയുക, പല വീക്ക്നെസ് ഉള്ള കുട്ടികളുണ്ടാവും. ഒന്നുകിൽ ബേസ് അറിയാണ്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇല്ലാണ്ട് വലിയ ക്ലാസ്സിലെത്തി അവർക്ക് ഇപ്പോഴും ആ ഫൗണ്ടേഷൻ ഇല്ല, അതുകൊണ്ട് കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ ആൽബിഡോനെ പറ്റിയാണ് പറയുന്നത്. ആൽബിഡോൻ്റെ ടീച്ചേഴ്സ് ആദ്യം കുട്ടികളെ മനസ്സിലാക്കും. അവരെ അസസ് ചെയ്തിട്ട് അവർക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ വീക്ക് പോയിൻറ്റ്സ് മനസ്സിലാക്കി അവർക്ക് കോൺഫിഡൻസോടുകൂടി പഠിക്കാനുള്ള എനർജി കൊടുക്കും ടീച്ചേഴ്സ്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ആൽബിഡോയിൽ. പിന്നെ ഇവർക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടിക്ക് വേണ്ടി നമ്മളെ കുട്ടികളെ അസസ് ചെയ്തിട്ട് ഒരു പ്രത്യേകം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോഴ്സസും പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഇംഗ്ലീഷിൽ ബാക്ക്വേർഡ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് കോഴ്സ് ഉണ്ട്,
ഉണ്ട്, പിന്നെ ഓൺലൈൻ സ്കൂളിംഗ്, അക്കാഡമിക് എക്സലൻസ്, A+ ക്യാമ്പസ്, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട് കേട്ടോ. 8, 9, 10 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് A+ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് A+ ക്യാമ്പസ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതാ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. വാട്സാപ്പിൽ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ചോദിച്ചാൽ മതി അവരോട്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഡെമോ ക്ലാസ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ, ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ടാ. അപ്പോൾ ഇല്ലേ, നമ്മൾ ഇയറിങ്ങും വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപാടെ തന്നെ ഞാൻ കേക്കിന് ഓർഡർ ചെയ്തിട്ടുള്ള ടീം വന്നിട്ടുണ്ടേന്. ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ള അക്മീസ് കേക്കറി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. ഇവർ ശരിക്കും ആറളത്തുനിന്ന് വരുന്നതാണ്, ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. മാഷാഅല്ലാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ടേനു. കേക്കും പിന്നെ ബ്രൗണിയും പിന്നെ നമ്മളെ മാക്രോൺസ് ഇല്ലേ അതും എനിക്ക് പറഞ്ഞിട്ടുണ്ടായിന്. ഒരു പിങ്ക് ഓർ പീച്ച് തീമിൽ ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞിന്. ഞാൻ കുറേ അങ്ങനെ തീം അങ്ങനെയൊന്നും ഇല്ലേനു, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഐഡിയാസൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിന്, എനിക്ക് എങ്ങനെയായാലും മതി, പക്ഷെങ്കിൽ ഈ ഒരു തീമിൽ വേണമെന്നേനു ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ അവരത് ഡെലിവറി ചെയ്യാൻ വന്നതേനു കേട്ടോ. അങ്ങനെ അവർ പെട്ടെന്ന് പോകുന്നതെന്ന് പറഞ്ഞു, പക്ഷെങ്കിൽ വെള്ളം കുടിച്ചിട്ട് പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കയറ്റിയതാണ്. പിന്നെ ഇല്ലേ, നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടേനുള്ള. അങ്ങനെ അവരിറങ്ങി. അക്മീസ് കേക്കറിൻ്റെ എന്താ പറയുക, ലിങ്ക് ഞാൻ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ വെക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് കസ്റ്റമൈസേഷൻ നിങ്ങളുടെ ബർത്ത്ഡേക്കോ എന്തെങ്കിലും പരിപാടിക്കുണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് കേരള. ഇന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മട്ടന്നൂരുള്ളൊരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേയും അവിടെ തന്നെയായിരുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചിന് ഏതെങ്കിലും കഫറ്റീരിയയിൽ പോകാമെന്നേനു, പക്ഷെങ്കിൽ പിന്നെ കഫറ്റീരിയയിലും അങ്ങനെ പ്രൈവസി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പോയിട്ടില്ല. കാര്യം വേറെയും ആൾക്കാരുണ്ടാവുമല്ലോ. ഈ ഒരു റിസോർട്ടിലാകുമ്പോൾ കുറച്ച് പ്രൈവസി ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ പോകുന്ന വഴിക്ക് ഇന്നൊരു ഡ്രസ്സ് ഗിഫ്റ്റ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ്. നമുക്കങ്ങനെ പിന്നെ ഫോർമാലിറ്റി ഒന്നും ഇല്ല. ഉപ്പയും ഉമ്മയും ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ആണ് ഇന്നോന് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ സർപ്രൈസ് ആയിട്ടുള്ളതൊന്നുമല്ല, കാരണം അവർക്ക് വാങ്ങാൻ അറിയൂല, പിന്നെ ഞാൻ തന്നെ നോക്കി വാങ്ങണ്ടേ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഡ്രസ്സെല്ലാം കയറി വാങ്ങി. പിന്നെന്താ, മട്ടന്നൂരിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങിയ. ഇനിയിപ്പം നേരെ നമ്മൾ പോകാൻ പോലെ. എപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേ ഇന്നുവിൻ്റെ കുറേ ആളെല്ലാം ആയിട്ട് നമ്മളങ്ങനെ കുറച്ചിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മളങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നുവിൻ്റെ സന്തോഷത്തിനും പിന്നെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മട്ടന്നൂർ പോയിട്ട് ആ റിസോർട്ടിൽ നിന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. കാരണം 10ാമത്തെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കുറച്ച് സ്പെഷ്യലല്ലേ, നല്ലൊരു ഫോട്ടോ വേണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് ഡൗട്ടെല്ലാം കുറച്ചാൾ ചോദിച്ചിരുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, ഇവർ എനിക്ക് അറിയുന്ന ടീമാണ്, കുറേ വർഷം ആയിട്ട് എനിക്ക് അറിയുന്ന ഒരു ടീമാണ്. പേർപ്പിൾ എന്നാണ് ഇവരുടെ പേജിൻ്റെ പേര്. നല്ല അടിപൊളിയായിട്ട് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. കുറേ മുന്നേ എനിക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ അവർ വന്നിട്ട് ഇവർ വരുന്ന നമ്മളെ കണ്ണൂർ വാരം ആ ഒരു ഏരിയ എന്നാണ് വരുന്നത്. അപ്പോൾ ഇന്നോന് നല്ല അടിപൊളിയായിട്ട് പിങ്ക് തീമിൽ ഒരു രണ്ട് ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടേന്. ഇവരുടെ പേജിൻ്റെ പേര് പേർപ്പിൾ എന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സും ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷനിലെല്ലാം ആർക്കെങ്കിലും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഡെലിവറി ചെയ്യൂട്ടാ. അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ കോൺടാക്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക, പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തെല്ലോ ഇങ്ങനെ സംസാരിക്കില്ലേനു, എനിക്കിതിൽ പിങ്ക് ഡ്രസ്സ് ഇട്ട ആളെ കണ്ട, അപ്പോൾ ആളെയാണ് പേജ്. അപ്പോൾ നമുക്ക് കുറേ മുന്നേ പരിചയമുണ്ട്. എനിക്ക് ഇതേപോലെ തന്നെ മുന്നേ ഇന്നോനും ആലോനും വേണ്ടി ഗിഫ്റ്റ് എല്ലാം സെൻഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ ഇതേപോലെ ഹാമ്പേഴ്സ് എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അവർക്കും നമ്മൾ ജ്യൂസെല്ലാം കൊടുത്ത്, പിന്നെ ഇത് നമ്മളെ മട്ടന്നൂരിലെ ഗ്രീൻസ് എന്ന് പറഞ്ഞ കറക്റ്റ് പേരെങ്ങനെയാണെന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു റിസോർട്ടാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ, നല്ല ഭയങ്കര ഗ്രീനറിയാണ്.
ഇന്നുവിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ നമുക്കങ്ങനെ കുറേ ദൂരെ പോകണം അങ്ങനെയൊന്നും ഇല്ലേനു. പിന്നെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. നമുക്ക് വേറെയും കുറേ പണികളുണ്ടേനു. പക്ഷേങ്കിൽ ബർത്ത്ഡേ അങ്ങനെ നമ്മൾക്ക് മിസ്സാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു സംഭവം ഇല്ലേ, ഈ 10 എഴുതിയ നമ്പർ ബലൂണ് എഴുതുന്നതാണ് കുറേ പേര് ഞാൻ ഇൻസ്റ്റയിൽ ഇന്നുവിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് തരാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാറ്റ് ഫിനിഷിൽ കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. ഇതെന്തായാലും ഇവിടെ ആമസോണിലെല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാനിത് തെമുന്നാണ് വാങ്ങിയത്, ഒമാൻ എന്നാണ് ഞാൻ വാങ്ങിയത്. ഞാൻ ഒമാനിൽ നിന്ന് നാട്ടിലോട്ട് വരുന്ന വ്ളോഗിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നമ്പർ ഞാൻ വാങ്ങുന്നുണ്ട്, കാരണം ഇവിടെ വന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യാനുള്ള ടൈം എനിക്ക് ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് ആടെ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നുവിൻ്റെ ഡ്രസ്സും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നുവിൻ്റെ ഡ്രസ്സും ഞാൻ ഒമാൻ തന്നെ വാങ്ങിയതാണ്. പക്ഷെ അത് തേമു അല്ല, അത് ഒന്നുകിൽ മാക്സ് അല്ലെങ്കിൽ സെൻറ്റർ പോയിൻ്റ്, ഇതിൽ നിന്ന് രണ്ടും നേടുന്നോ വാങ്ങി ഇന്നുവിൻ്റെ ഡ്രസ്സ്. പിന്നെ അത് കുട്ടികളുടെ ഡ്രസ്സും അല്ല കേട്ടോ, വലിയാളെ ട്യൂണിക്കാണത്. അത് ഞാൻ ഇന്നുവിന് പാകമാവുമെന്ന് തോന്നിയിട്ട് ചെറിയ സൈസ് എടുത്തതാണ്. പക്ഷേ ഇന്നുവിന് അതൊരു ലോങ് ഡ്രസ്സാണ്, വലിയാൾക്ക് അത് ട്യൂണിക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ പല സെക്ഷനിലും ഡ്രസ്സ് എടുക്കലുണ്ട് കേട്ടോ, കാരണം എനിക്കത് ഒക്കെ ഇട്ടാൽ നല്ല ഉണ്ടാവുന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കലുണ്ട്. നല്ല രസമുള്ള ഡ്രസ്സാണ് കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാമാണ് ഗിഫ്റ്റ്. പിന്നെ ഈ ഒരു ബൊക്കെ ഇല്ലേ, ഞാനത് കേക്കിൻ്റെ കാര്യം പറയാം. അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നാണ്. അപ്പോൾ കേക്ക് അഖ്മീസ് കേക്കറി പ്ലസ് ഈ ഒരു മാക്രോൺസ് ഇന്നോനും അലൂനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, അവരിടക്ക് വാങ്ങലുണ്ട്. പക്ഷേ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രൗണിയാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്കും ഇക്കാക്കും ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ്. ബ്രൗണി ഭയങ്കര ടേസ്റ്റിനു അടിപൊളിനു കേട്ടോ. മസ്റ്റ് ട്രൈ ചെയ്യുക അവരെ ബ്രൗണി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. പിന്നെ കേക്കിൻ്റെ കാര്യവും ഞാൻ പറയാം. കേക്ക് ലോട്ടസ് ബിസ്കോഫിൻ്റെ ഫ്ലേവറേനു, അതും ഭയങ്കര ടേസ്റ്റുള്ള കേക്കേനു. പിന്നെ ഈ ബൊക്കയില്ലേ, ഇത് ഇത്താത്ത ഇന്നുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ ഗിഫ്റ്റ് ഹാമ്പർ ചെയ്ത പേർപ്പിൾ തന്നെ ഇത്താത്ത ഓർഡർ ചെയ്തതാണ്. ഇങ്ങനെ ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ളൊരു ബൊക്കെ. അപ്പോൾ അതെല്ലാം ഇന്നുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. മൊത്തം പിങ്ക് ഓർ പീച്ച് തീമിലാണ് ചെയ്തത്. അങ്ങനെ ഇനിയിപ്പോൾ എന്താ, കേക്ക് കട്ട് ചെയ്യാൻ പോകല. എപ്പോഴും പറയുന്ന പോലെ തന്നെ കുട്ടികളെല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് വലുതായി പോകുന്ന, നമ്മൾ കണ്ണടച്ച് തുറക്കും മുന്നേ അവരെല്ലാം വലുതായി പോകുന്ന. പക്ഷേ ഇത് എനിക്ക് മാത്രമല്ല, ഞാൻ കുറേ റീൽസ് എല്ലാം കണ്ടിന്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഐസ് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടികൾ വലുതായി പോയി എന്നെല്ലാം പറഞ്ഞിട്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നല്ലേ. എല്ലാവർക്കും കുട്ടികൾ വേഗം വലുതാവുന്ന ഇഷ്ടമില്ല. ഞാൻ വിചാരിക്കൽ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നില്ല, ഓരോ ബർത്ത്ഡേക്കും ഞാൻ വിചാരിക്കൽ ഞാൻ മാത്രം അങ്ങനെ തിങ്ക് ചെയ്യുന്നതെന്നാ. പക്ഷെ എല്ലാ പാരൻസും അങ്ങനെ തന്നെ, കുട്ടികളെപ്പോഴും ആ ഒരു ചെറുപ്പത്തിൽ സ്റ്റക്ക് ചെയ്യാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേങ്കിൽ അവർക്കും വലുതാവണം. ഇന്നുവിന് ഞാൻ പറഞ്ഞില്ലേ 2 ഡിജിറ്റായി. ഇത്രയും കാലം വരെ 8, 9, 7 അങ്ങനെ പോലല്ലേനാ. ഇപ്പം ആണെങ്കിൽ 10 വയസ്സായി. മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. കാരണം അതെന്താന്ന് പറഞ്ഞാൽ, അവരോട് വരണ്ടാന്ന് പറഞ്ഞാൽ അവർ വരും. കാരണം നമ്മളെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട്. പിന്നെ ഞാൻ എൻ്റെ അമ്മായിനോടൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ ഞാൻ അമ്മായിനെല്ലാം വിളിക്കുന്നതാ, അല്ലെങ്കിൽ ഇക്കാൻ്റെ വീട്ടിൽ നിന്നും കേക്ക് കട്ട് ചെയ്യുന്നതാ. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, കാരണം നമുക്ക് അതിനൊന്നുള്ള ടൈം ഇല്ലേനു കേട്ടോ. പിന്നെന്നാ അങ്ങനെ ഇന്നുൻ്റെ 10ാമത്തെ വയസ്സിലെ ബർത്ത്ഡേയും കഴിഞ്ഞ് പിന്നെ അവരെല്ലാം ബ്രൗണി തിന്നലേനു. അവർക്ക് ആ ബ്രൗണി എടുത്ത് ഞാൻ പറഞ്ഞു കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടേനുള്ള. അങ്ങനെ അവർ അതെല്ലാം കഴിക്കില്ല. പിന്നെ നമ്മൾ ഫുഡ് ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ വെറൈറ്റി ഫുഡൊന്നും കിട്ടൂല കേട്ടോ. മീൽസ് ഉണ്ടാവും, പക്ഷേ അത് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. പിന്നെ ഉള്ളത് റൈസായിട്ട് ഫ്രൈഡ് റൈസ് ആണെന്നുള്ളത്. പിന്നെ നൂഡിൽസ് പോലത്തെ സംഭവങ്ങളുണ്ടാവും, അതൊന്നും നമുക്ക് വേണ്ടേനു. ഫുഡ് നല്ല ടേസ്റ്റാണ്, പക്ഷെ കുറേ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ ജ്യൂസും വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലേ, പൊതുവേ ഞാനൊരു സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ലേ. എനിക്ക് ബ്രൗണി മാത്രമേ ഇഷ്ടപ്പെടൂ. കാരണം ബ്രൗണിക്ക് ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് ആ ഒരു ചെറിയൊരു കയ്പും എല്ലാം വന്നിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രൗണിയാണ് എൻ്റെ എവർ ഫേവറേറ്റ്. കേക്ക് ഞാൻ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയാലും കുറച്ചങ്ങനെ കഴിക്കുന്നല്ലാണ്ട് എനിക്ക് കേക്കിനോട് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ കേക്കിലെ ലോട്ടസ് ബിസ്കോഫിൻ്റെ വേറെ എന്തെങ്കിലും ഫ്ലേവർ മിക്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ലോട്ടസ് ബിസ്കോഫാന്ന് എനിക്ക് മനസ്സിലായ, അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഈ ഫ്ലേവറിലെ കേക്ക് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണെന്ന് അറിയില്ല. നിങ്ങൾ അവർ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫ്ലേവർ തന്നെ ഓർഡർ ചെയ്യാൻ നോക്കിക്കോ, ഭയങ്കര ടേസ്റ്റാട്ടോ.
പിന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാര്യം നമുക്ക് ഇന്ന് വേറെ പരിപാടി ഉണ്ടായിരുന്നു. കുറച്ച് സമയം അവിടെ ഇരുന്ന് അവിടെ കുറച്ച് ഭയങ്കര ഗ്രീനറി ആയിട്ട് നമുക്ക് ഫാമിലിയിലായിട്ട് വന്നാൽ കുറച്ച് പ്രൈവസി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തതിന് ഞാൻ ഫോട്ടോസ് ഇപ്പോൾ ഇതിൽ കൊടുക്കാട്ടോ. അങ്ങനെ ഇന്നുവിൻ്റെ 10th ബർത്ത്ഡേ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞ്. ഇന്നുവിനെ ഭയങ്കര ഇഷ്ടമാണെന്നെല്ലാം നിങ്ങൾ കുറേ ആൾ പറയലുണ്ട്. ഓളെ ഭയങ്കര സൈലൻറ്റ് ക്യാരക്ടറും ഓളെ മൊത്തത്തിലുള്ള ക്യാരക്ടർ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ പേഴ്സണൽ മെസ്സേജസ് വരലുണ്ട്. അവരെ കുട്ടികളെ ക്യാരക്ടറുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. നിങ്ങൾ ഈ ഒരു ഏജിലാണ് ഇന്നുവിനെ കാണാൻ തുടങ്ങിയത്. 4 വയസ്സായി ഇന്നുവിന്. എന്താ പറയുക, അന്ന് മുതലേ ഇഷ്ടമാണെന്ന് പറയുന്നവരോട് താങ്ക് യു സോ മച്ച്. ഇത് എൻ്റെ പഴയ വ്ളോഗിലൊരു വിഷ്വലാണ്. ഞാൻ ഇന്നൊരു പഴയ സമയത്ത് പണ്ടിങ്ങനെ ഓരോരോ കണ്ണും മുഖമെല്ലാം വരച്ചിട്ട് ബ്രെഡെല്ലാം ഉണ്ടാക്കി കൊടുക്കലുണ്ടേനു. ഇന്നുവിൻ്റെ ക്യാരക്ടർ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സൈലൻ്റാണ്. ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് ഓളെ. അതെല്ലാവരും പറയും. ഓളെ അടുത്ത് കണ്ടിങ്ങനെ ഇടപഴകുമ്പോൾ എല്ലാവരും പറയും ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണെന്നുള്ള. നിങ്ങൾ കാണുന്നതിന് മുന്നേ ഉള്ള ന്യൂ ബോൺ തൊട്ടിട്ടുള്ള ഫോട്ടോസ് ഞാനെങ്കിൽ ഷെയർ ചെയ്യാം, ഓരോ ബർത്ത്ഡേൻ്റെയും. എല്ലാവരെയും ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിരിക്കും അല്ലേ. ആദ്യത്തെ കുട്ടി എല്ലാം ആദ്യം എക്സ്പീരിയൻസ് ചെയ്യല. മക്കളെ പോലെ തന്നെ പാരൻസ് ഉള്ള നിലക്കും നമ്മൾക്കും എല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ചൈൽഡ് എന്നുള്ള എല്ലാ സ്പെഷ്യാലിറ്റിയും ഉള്ളൊരു കുട്ടിയാണ് ഇന്നും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ലല്ലോ. ഇവൾ ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര വീക്കാണ്. എന്തു പറഞ്ഞാലും വേഗം കരച്ചിൽ വരും, ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. എപ്പോഴും നമ്മളടുത്ത് തന്നെ വേണം, എല്ലാത്തിനും ഹെൽപ്പ് വേണം, എന്ത് കാര്യവും പെട്ടെന്ന് ഡൗട്ട് ചോദിക്കും, അങ്ങനെയല്ലേ ഉള്ള. പിന്നെ ഈ ഫോട്ടോ നമ്മളെ ഫേവറേറ്റാണ്. ഇന്നൊരു 3 മാസമുള്ള സമയത്ത് നമ്മൾ ബീച്ചിൽ പോയിട്ട് എടുത്തതേനു. പിന്നെ ഇത് ആലുവിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ എടുത്തതേനു. പിന്നെ ആലുവിനെ പ്രസവിച്ച റൂമിൽ നിന്ന് എടുത്ത ഫോട്ടോ, ആദ്യമായിട്ട് ഒമാനിൽ പോയ അന്നെടുത്ത ഫോട്ടോ. ഇന്നുവിന് 5 മാസമുള്ള സമയത്തേന് നമ്മൾ പോയിട്ടുണ്ടായിന്. പിന്നെ കുറേ കാലം ഇന്നുവിൻ്റെ ചൈൽഡ്ഹുഡെല്ലാം ഞാനും ഇന്നും ഒറ്റയ്ക്കേനു. ഇക്ക ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും മാത്രമുള്ളൊരു ലോകം അങ്ങനെയേനു. പിന്നെ ഈ പറയുന്ന പോലെ ഫസ്റ്റ് കിഡ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഓള് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഞാനായിട്ടായാലും ഇക്കയായിട്ടായാലും. അതിപ്പോൾ ആലുവിനോട് അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നല്ല, ആലുവിന് നമ്മളോട് അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നുമല്ല. അതിപ്പോൾ 2 കുട്ടികളുള്ള പാരൻസിന് മനസ്സിലാവും ഒന്നാമത്തെ കുട്ടിയും 2ാമത്തെ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം. ആലു പലതും ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നൂനിപ്പോഴും നമ്മളെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യേണ്ടി വരിക. അത് നല്ലതുമാണ് മോശമാണ്, പക്ഷേ നമുക്ക് അതൊരു പ്രത്യേക ഫീലിങ്ങാണ്. ആലു പെട്ടെന്ന് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പഠിച്ചിന്, നമ്മളില്ലാണ്ട് കിടന്നുറങ്ങുവോള്. പക്ഷേ ഇന്നും അങ്ങനെയല്ലേനു കുറേ കാലം വരെ. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അത് നമുക്കൊരു പ്രത്യേക ഫീലിങ്ങാണ്. എന്നെ കൊണ്ടന്നെ അലുവിനെടുക്കാനാ എന്നത് പോക്കറ്റിലുണ്ടല്ലോ. അതിന് സാധനം ചോക്ലേറ്റാ നോക്കിട്ട് ആരാ എനിക്ക് നീ തിന്നാണ്ട് വെച്ചതാ. അലിഞ്ഞു പോയാ ഫ്രിഡ്ജിൽ വെച്ചോ.
ഇപ്പോൾ ഉമ്മാനോട് മാഗിക്ക് വയ്ക്കുക? 100 days ആയാൽ 100 ഡേയ്സാ? നാളെ ചോദിക്കൂലേ നീ? 100 days ആയാൽ 100 ഡേയ്സ് ഒന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാം കേട്ടോ. ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞാൽ 1 വീക്ക്, 7 ഡേയ്സ് കഴിഞ്ഞിട്ടൊക്കെ. പിന്നെ നമ്മൾ നേരെ നമ്മൾ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്കാണ് പോയിട്ടുള്ള. നമുക്ക് നമ്മൾ ഡിസൈനേഴ്സുമായിട്ടൊരു മീറ്റ് ഉണ്ടായിരുന്നു. നമുക്കിന്ന് കുറേ കാര്യങ്ങൾ തീരുമാനിക്കണം. നമ്മൾ വാർഡ്രോബിൻ്റെ ഫേർണിച്ചേഴ്സിൻ്റെ സോഫ കാര്യങ്ങളല്ല, ബെഡ്, വാർഡ്രോബ്, പിന്നെ കിച്ചണിലെ, അപ്പോൾ അതിൻ്റെ എല്ലാം കളേഴ്സും ഡിസൈൻ നമ്മൾ മുന്നേ ചെയ്തതാ, 3D ചെയ്തതാ. അപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ സ്റ്റെയർ കേസില്ലേ, അതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ കാര്യം, പാഷ്യോലെ എന്താ പറയുക, ഗ്ലാസിൻ്റെ കാര്യങ്ങൾ നമ്മൾക്ക് കുറച്ചധികം സ്ഥലത്ത് നമുക്ക് ഗ്ലാസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിലില്ലാത്തതുകൊണ്ട് അതൊന്നും നടക്കുന്നുമില്ല. പിന്നെ നമ്മൾ വീട് ഈ ഒരു സ്റ്റേജേ ആയിട്ടുള്ളൂ. പിന്നെ കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട്. ഈ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്തുള്ള പണിയെല്ലാം ഇടങ്ങാറ് പിടിച്ച പണിയാണ്. നമ്മളിതിൻ്റെ ബാക്കിലൊന്ന് പോകേണ്ടി വരും. എന്താ പറയുക, പിന്നെ ഞാൻ എപ്പം നമ്മളെ ഡിസൈൻ ചെയ്യിപ്പിക്കുന്ന എന്താ പറയുക, നമ്മൾ ഡിസൈനേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇവരുടെ കോണ്ടാക്റ്റ് നമ്പർ ചോദിച്ചിട്ട് എനിക്ക് കുറേ മെസ്സേജസ് ഇൻസ്റ്റഗ്രാമിലെല്ലാം വരലുണ്ട്. ഇത് മിസ്റ്റർ സജീർ പിന്നെ വാഹിദ്, നമ്മൾ ഡ്രോ ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഡിസൈനിങ് ഫേമിനാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരെ ഞാനിപ്പോൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നില്ല. കാരണം നമ്മൾ വീട് പണി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും ഒരു ഹൗസ് വാമിങ് ബ്ലോഗിൽ തന്നെ ഇവരെ പേജും കോണ്ടാക്ട് നമ്പറും എല്ലാം കൊടുക്കുക ഇൻഷാ അല്ലാ. ഇവരെ 1-2 വീട് ചെയ്തത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇവർക്ക് വർക്ക് കൊടുത്തേട്ടാ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ബോക്സിലായാലും ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലായിട്ടായാലും എന്നോട് കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. ഇവരെല്ലായിടത്തെ വർക്കും ചെയ്യും, പക്ഷേ ഇൻഷാ അല്ലാ നമ്മുടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ വേറെന്നാ, അപ്പോൾ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളെ ഐഡിയാസും അവരുടെ ഐഡിയാസും തമ്മിൽ കണക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും ഇൻഷാ അല്ലാ. പിന്നെ എൻ്റെ സംസാരം അത്ര ക്ലിയർ ആവുന്നില്ല, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ അടുത്ത ബ്ലോഗിൽ പറയാട്ടോ. ക്ലാരിറ്റി കുറവായിരിക്കും വോയിസിൻ്റെ. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ലോഗിൽ ഞാൻ പറയാം. പിന്നെ നമ്മൾ വാർഡ്രോബിൻ്റെയും ബെഡ്, പിന്നെ കിച്ചണിലെ കബോർഡിൻ്റെ അതിൻ്റെ എല്ലാം കളേഴ്സും സംഭവങ്ങളെല്ലാം സെലക്ട് ചെയ്യില്ല. അതിൻ്റെ പുറമേ ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടാവില്ലേ അത്. പിന്നെ നമ്മളിപ്പോൾ TV യൂണിറ്റിൻ്റെ ബാക്കിലുള്ള വാളിൻ്റെ സംഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു. നമ്മൾ വീട് ചെയ്യുമ്പോൾ എൻ്റെയാലും ഇക്കൻ്റെയാലും മനസ്സിലുള്ളൊരു കാര്യം ലോ മെയിൻ്റനൻസ് ആണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ വീട് പൂട്ടിയിടുന്നതാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഒരു വീട് നമുക്ക് വേണ്ട. പക്ഷേ വീട് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ എല്ലാം സിമ്പിളായിട്ട് ഭയങ്കര സട്ടിലായിട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ കളേഴ്സ് ആയാലും അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യണം നമ്മൾ മനസ്സിലുണ്ട്. ഔട്ട് എങ്ങനെ ഉണ്ടാവും അറിയില്ല, ഇൻഷാ അല്ലാ നോക്കാം. പിന്നെ വേറെന്നാ, പിന്നെ ചെയ്യുന്നതെല്ലാം നല്ല ക്വാളിറ്റിയിൽ ചെയ്യണം എന്നുണ്ട് കേട്ടോ. ഓവറായിട്ടുള്ളതൊന്നും ചെയ്യണ്ട, പക്ഷെ ചെയ്യുന്നതെല്ലാം നല്ല ക്വാളിറ്റിയിൽ ചെയ്യണം എന്നുണ്ട്. പിന്നെ വേറെ എന്താ എനിക്ക് പറയാനില്ല. പിന്നെ ഇപ്പം ഞാൻ വാർഡ്രോബിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെല്ലാം ഐറ്റംസ് വേണം എന്നുള്ള കാര്യങ്ങൾ നോക്കില്ല. ഇത് നമ്മൾ വന്നിട്ടുള്ള ഇപ്പോൾ കണ്ണൂർ KL അബ്ദുൽ സത്താർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഒരു ഇതിപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എല്ലാ സംഭവങ്ങളും A to Z സംഭവങ്ങളും ഉണ്ട് വീടിന് വേണ്ടുന്ന. അപ്പോൾ അടുത്തേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇപ്പോൾ വാർഡ്രോബിൻ്റെ ഉള്ളിലുള്ള എൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തെല്ലാമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ഇവരോട്. പിന്നെ നമ്മളിപ്പോൾ ലോക്ക്, പിന്നെ കിച്ചണിൻ്റെ കബോർഡിൻ്റെ ലോക്ക്, ഇങ്ങനെ ഹാൻഡിൽ സംഭവങ്ങളുണ്ടാവില്ലേ, അതെല്ലാം ഒന്ന് നോക്കല. അതെല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്താൽ ആ പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്നെപ്പോലെ തന്നെ ഇപ്പോൾ വീടിൻ്റെ ഈ ലാസ്റ്റ് സ്റ്റേജിലാണ് ഉള്ളെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളൊരു ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേ വീഡിയോസ് കാണും, പിൻട്രസ്റ്റിലായാലും ഇൻസ്റ്റയിലായാലും എല്ലാം. ആ വീഡിയോസ് എല്ലാം പല വീടിൻ്റെ പല പ്രൊഫൈലിൽ നിന്ന് കാണുന്ന വീഡിയോസ് ആയിരിക്കും. വീട്ടിൽ ഇങ്ങനെ ചെയ്ത് അടിപൊളിയായിരിക്കും, അങ്ങനെ ആഡ് ചെയ്യാം, നമ്മൾ വീട്ടിൽ പുതിയൊരു വീട് എടുക്കുമ്പോൾ ഇത് ആഡ് ചെയ്യാൻ നോക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് പല 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 സംഭവങ്ങളും നമ്മൾ കാണും.
അപ്പോൾ ഇതെല്ലാം പല വീട്ടിൽ പല പ്രൊഫൈലിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടായാൽ മതി. ഇതെല്ലാം കൂടി നമ്മളെ വീട്ടിൽ ചെയ്യണമെന്ന് ചിന്തിക്കാണ്ടിരിക്കുക. എന്താ പറയുക, ഞാൻ ആദ്യം ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ട് കുറേ കൺഫ്യൂഷൻ ആവലുണ്ട്. അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ ചിന്തിച്ച് എനിക്ക് മനസ്സിലായി ഇതെല്ലാം കൂടി നമ്മളൊരു വീട്ടിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള എന്തെല്ലാമെന്നെല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. ഒരു മോഡുലാർ കിച്ചണിൽ ചെയ്യേണ്ട പല സെറ്റിങ്സും ഫിറ്റിങ്സും നമ്മൾ പല വീഡിയോസിലും കാണും. പക്ഷെ ചിലപ്പോൾ നമുക്ക് അതെല്ലാം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല നമുക്ക്. കാരണം നമുക്ക് വർക്കിംഗ് കിച്ചൺ സെപ്പറേറ്റ് ഉണ്ട്, മെയിൻ കിച്ചൺ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് എല്ലായിരിക്കും. എല്ലാ സംഭവങ്ങളും വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഈ എന്താ പറയുക, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കൊടുക്കുന്ന ഫിറ്റിങ്സ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാത്തിനും അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതെല്ലാം നോക്കി ചെയ്യുക. പിന്നെന്താ, ഈ ഒരു സംഭവം കുറച്ച് മുന്നേ ഉള്ളതല്ലേ, ഈ കോർണേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇതൊരു പഴയ ഡിസൈനാണ്. ഇതിൻ്റെ തന്നെ വേറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേറൊരു സംഭവം ഞാനിവിടെ കണ്ടേണ്. അപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചിന്. കാര്യം എൻ്റെ കോർണർ വരുന്നുണ്ട്, കബോർഡ് കോർണർ വരുന്നുണ്ട്. പിന്നെ ഇൻഷാ അല്ലാ നമ്മൾ പിന്നെ ഒന്ന് ഐക്കിയയിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഈ കബോർഡിൻ്റെ എല്ലാം ഉള്ളിൽ വെക്കാനുള്ള സംഭവങ്ങളെല്ലാം കുറച്ചും കൂടി ആടെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഷാമി ഐക്കിയയിൽ പോയി നോക്ക് എന്നെല്ലാം. ഇൻഷാ അല്ലാ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഐക്കിയയിൽ പോകാൻ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറേ നടക്കാനുണ്ടാവില്ലേ. എനിക്ക് ഈ സംഭവങ്ങളെല്ലാം തപ്പിപ്പെറുക്കിയെടുക്കുന്ന ആ ഒരു ഇതുണ്ടാവില്ലേ, അത് ആ ഒരു മൈൻഡല്ല എൻ്റെ. അതുകൊണ്ട് എനിക്ക് കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കലില്ല. പക്ഷെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഇൻഷാ അല്ലാ ഒന്ന് പോയി നോക്കണം എന്നുണ്ട്. നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടുമല്ലോ. പിന്നെന്താ, പിന്നെ വേറെ നമുക്ക് ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ട് പല വീഡിയോസെല്ലാം കാണുമ്പോൾ മതിയാവും. പിന്നെ എനിക്ക് വേണ്ടുന്ന സംഭവങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഇത് പിന്നെ കുറച്ച് മുന്നേ ഉള്ളതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ഡോർസ്, ഇപ്പോൾ നമ്മൾ കിച്ചൺ കബോർഡ് ചെയ്യുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ഡ്രോയേഴ്സ് പോലെ എല്ലാം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എല്ലാം ഈസി ആയിരിക്കും തുറക്കാനും എടുക്കാനും എല്ലാം. അങ്ങനെ എനിക്ക് തോന്നലുണ്ട്. ഡോർസ് ഒഴിവാക്കിയിട്ട് ഡ്രോയേഴ്സ് കൂടുതൽ കൊടുക്കണമെന്ന്. പിന്നെന്താ, അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ കുറേ പേര് എന്നോട് ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്നെല്ലാം എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു തരലുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു സംഭവമില്ല ഞാൻ ഇപ്പോൾ കാണിക്കുന്നതൊന്നും എൻ്റെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ളതല്ല എന്ന് തോന്നുന്നു. കാരണം എനിക്കെല്ലാം കൈയെത്തുന്ന സ്ഥലത്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ മോഡുലാർ കിച്ചണിൽ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ വേണ്ടുന്നതാണ്. മേലയിലാണ് സ്പൈസസ് എല്ലാം വെക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലാണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞു നമുക്ക് ആവശ്യമില്ലാത്ത ചെയ്യേണ്ടതെന്ന്. പിന്നെ ഈ ഷട്ടറില്ലേ, ഈ ഷട്ടർ ടൈപ്പ് എനിക്ക് ഇപ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് ഇങ്ങനെ ട്രെൻഡിങ്ങിൽ പോകുന്നതല്ലേ, ഇതെനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഇത് ചെയ്യാനുള്ളൊരു കറക്റ്റ് സ്പേസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചിലപ്പോൾ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യൂല. അല്ലാണ്ട് തന്നെ എനിക്ക് കുറേ സ്പേസസ് ഉണ്ട് അതുകൊണ്ട്. പിന്നെ വേറെന്താ, അപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ എന്നോട് 1-2 ഡൗട്ട് ചോദിച്ചിട്ടുണ്ടേനു. ഇപ്പോൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെല്ലാമെന്നെല്ലാം അങ്ങനെയെല്ലാം കുറേ ചോദിക്കൂട്ടോ. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും ഞാൻ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്തെല്ലാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഈ സംഭവം ഇല്ലേ, ഡസ്റ്റ്ബിൻ ഇടുന്ന സംഭവം, എന്താ പറയുക, ഡസ്റ്റ്ബിൻ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് ഇടുന്ന സംഭവം, അത് നമുക്ക് എന്തായാലും ഒന്ന് വെക്കണമെന്നുണ്ട്. പിന്നെ ഇത് ലോണ്ട്രി ബാസ്ക്കറ്റാണ്, ഇതൊന്നും ആവശ്യമില്ല. പിന്നെ അങ്ങനെ. അപ്പം ഞാനില്ലേ ഇൻഷാ അല്ലാ ഇനിയൊരു വീഡിയോയിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണ്, നമുക്ക് അങ്കാലും ഇക്കാക്കാലും നമ്മൾ വീടെടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് പറയാം. പക്ഷെ അത് ഓക്കെ ആക്കിന് പിന്നെ ഓക്കെ ആക്കാണ്ട് സ്റ്റാർട്ടിങ് മുതലേ പിന്നെ ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ വേറെ എന്താ, അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ നമുക്ക് പറയാൻ. ഇനി ഇൻഷാ അല്ലാ പുതിയ വ്ളോഗ്സും റെസിപ്പീസെല്ലാം ആയിട്ട് കാണാം. ഞാൻ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ നിന്നുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ സംഭവമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കുക്കിങ്ങും ഇതുമല്ല ഉള്ള. പിന്നെ എൻ്റെ ഓൾമോസ്റ്റ് സംഭവങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടാണ്, നമ്മൾ വിചാരിച്ച സെലക്ഷനും കാര്യങ്ങളെല്ലാം കുറേ കഴിഞ്ഞ്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ റെസിപ്പീസും വ്ളോഗ്സെല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.